ലോകത്തിലെ ഏറ്റവും വൃത്തികെട്ട മണമുള്ള ഒരു പഴം ദുറിയാൻ ചക്ക നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും. ആ ചക്ക നമുക്ക് മണക്കാം, തിന്നാം, ജ്യൂസ് അടിക്കാം. അതാണ് ഇന്നത്തെ വീഡിയോ. പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോവാം. റെഡി ബൂം പാം. ചക്കയാണ് കേട്ടോ, ചക്കയുടെ വില 5000 രൂപ. എന്താ തമ്പുരാൻ, അതെന്ത് ന്യായമാണ്? നമുക്കൊരു 10,000 രൂപയുടെ ആവശ്യമുണ്ട്. വിൽക്കാനുള്ളത് ചക്കയാണ്. ചക്കയ്ക്ക് 10,000 രൂപ കേട്ടോ. $46 കേട്ടാ ഒരു കിലോയ്ക്ക് വില. ആകെ 3 ഉള്ളത്. നല്ലതാണോ പൊട്ടയാണോ എന്ന് ഒന്നും അറിയില്ല അല്ലേ അമ്പനെ. നമ്മളപ്പോ ഇതാണ് മേടിച്ചത്. നമ്മൾ മേടിച്ചതിന് $88.78 ആയിട്ടുണ്ട് കേട്ടാ ഒരു ചക്കയുടെ വലിയത്. ഇതിനുള്ള ചക്ക ഉണ്ടത്, അതിനുള്ളത് കഴിച്ചു നോക്കണം. സ്വർണ്ണമാണ് സ്വർണം. അമ്പനെ 5000 രൂപയുടെ കനുള്ള പോലെ പിടിക്കി. ഇത് മറ്റേ സിനിമയില് ആമേനില് പൊതുവായിട്ട് പോണ പോലെ ഉണ്ട് കേട്ടാ. ചിരിച്ചോണ്ട് നിങ്ങൾ ചിരിച്ചേ എന്താ എന്റെ ചിരി. ഈ ചക്ക കുറെ പേർക്ക് നാട്ടിലുള്ളവർക്ക് അറിയാം. എനിക്ക് +2 പഠിക്കുന്ന സമയത്താണ് എൻ്റെ ഒരു കൂട്ടുകാരൻ സിംഗപ്പൂര് ടൂർ പോയി വന്നു കഴിഞ്ഞപ്പോഴും പറഞ്ഞു, ഇതുപോലെ ഫ്ലൈറ്റിൽ കയറ്റാൻ പോലും പറ്റാത്ത ഒരു ഫ്രൂട്ട് ഉണ്ട്, ഭയങ്കര മണാണ്, തീട്ടത്തിൻ്റെ മണാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ്. അന്ന് ഇത് കേട്ടിട്ടുണ്ടെങ്കിലും ഇത് കണ്ടിട്ടില്ല. പുള്ളി അന്ന് എന്നോട് അതിൻ്റെ പേര് പറഞ്ഞ ഡുറൈൻ എന്നാണ്. ഡുറൈൻ. ഇതിനെ ആക്ച്വലി ഡുറിയാൻ, മലേഷ്യയിൽ പോയ മാമൻ്റെ ദൂറിയാൻ പേരും ഏതാണ്ട് ഇതിൻ്റെ ചീലും ഒന്ന് തന്നെയാണ്. മാമന് പറഞ്ഞു, പക്ഷേ ഈ പേരൊക്കെ അറിയാമല്ലോ മാമ. ഓക്കെ, മലേഷ്യ, തായ്ലാൻഡ് അവിടേക്കാണ് കേട്ടോ. തായ്ലാൻഡിൽ എനിക്ക് വേണം 2-3 വെറൈറ്റീസ് ഉണ്ട്. കഴിഞ്ഞ ദിവസം ഒരു ശ്രീലങ്കൻ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ ശ്രീലങ്കയിൽ ഇതിൻ്റെ കൃഷിയുണ്ട്. ശ്രീലങ്കയിൽ നിന്ന് ഇതിൻ്റെ കുരു കൊണ്ടുവന്നിട്ട് നമ്മുടെ നാട്ടിലിപ്പോൾ കൃഷി ചെയ്യുന്നുണ്ട്. 300 മുതൽ 500 ചക്കയൊക്കെയാണ് ഇത് വീട്ടിലുണ്ടാവുക എന്ന് പറഞ്ഞേ. അപ്പോൾ ആദ്യമേ തന്നെ ഇതിന് നമുക്ക് മണം ഉണ്ടോ എന്ന് നോക്കാം. എനിക്ക് മണക്കുമ്പോൾ ശരിക്ക് ചക്കയുടെ മണമാണ് കേട്ടോ വരണേ. ലിറ്ററലി ചക്ക, സാധാരണ ഒരു പഴുത്ത ചക്കയുടെ മണം അത്ര തന്നെ വരുന്നുള്ളൂ. ഇനി നമുക്ക് നോക്കി വെക്കാം. അല്ലാണ്ട് ഈ പറഞ്ഞ പോലെ നമ്മൾ ഗൂഗിളിൽ നോക്കുമ്പോൾ ദ മോസ്റ്റ് സ്മെല്ലിയസ്റ്റ് ഫ്രൂട്ട്, അതായത് പഞ്ചന്റ് മണം എന്ന് പറയണേ. മാമനിത് അറിയിച്ചെങ്കിൽ അടുത്ത് വന്നിട്ട് പൊളിച്ചതാ. ചക്ക പൊളിക്കാൻ മാമൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ. പൊളിക്കട്ടെ മാമ, ഇതിന് ഒരു ചൊളയേ ഉള്ളൂ. ഒറ്റ ചക്കയ്ക്ക് ഒറ്റ ചള. പൂഴ ചക്കയുടെ ഒരു സ്ട്രോങ് ചക്ക പഴുത്ത മണം തന്നെ ഉള്ളോട്ടാ. അല്ലാണ്ട് വേറൊരു മണം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നല്ല മണം വരണ്ടേ. ചീഞ്ഞാണാവോ കൊച്ചെത്തി. ശരി, അതാ ചീഞ്ഞ മണം ശരിക്കും എണീറ്റിരുന്ന് മണത്തൊക്കെ. ആണോ തൂറിയത് ടേസ്റ്റ് ചെയ്യുന്നത്? ഈ ഒരു ടേസ്റ്റിങ് കാരണം. ഇനി നമുക്ക് ഇതിലൊരു ചക്ക കഷ്ണം കടിച്ചു നോക്കാം. ഇനി വല്ല ഈ പറഞ്ഞ ഗുണം വലുതുണ്ടോന്ന് നോക്കണം. മറ്റേ ഒരു സാധനം ഉണ്ടല്ലോ, ജീവി എന്താ പറയാ, അല്ല ഒച്ചല്ല, ഇങ്ങനെ ഒരു വാലായിട്ട് മറ്റേ നമ്മുടെ നാട്ടിൽ ഈനാബേച്ചി എന്ന് പറഞ്ഞ ഒരു അതിൻ്റെ അതേ ഷേപ്പ് ഉണ്ട് കേട്ടോ. ഈനാബേച്ചി പുറത്ത് ഇങ്ങനെ മുതലയുടെ പോലെ ഷെല്ലായിട്ടുള്ള കേട്ടിട്ടില്ലേ? ഈനാബേച്ചി കൂട്ട് മരപ്പെട്ടി എന്നൊക്കെ കേട്ടില്ലേ? ഈനാബേച്ചിനെ അമദിലാസ് എന്ന് പറഞ്ഞ ജീവിയാണ് ഈനാബേച്ചി. വൺ ഓഫ് ദ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ആനിമലാണ് കേട്ടോ ഈ അമദിലാസ് അല്ലെങ്കിൽ ഈനാബേച്ചി. ചില ആളുകൾ ഈ ഓസ്ട്രേലിയൻ വീഡിയോസ് നിങ്ങൾ നോക്കിയാൽ മതി, അമദിലാസിനെ കഴിക്കാൻ പാടില്ല. ചിലവരിനെ കഴിക്കാറുണ്ട്. നല്ല പ്രിക്കോഷൻസ് എടുത്തതിന് ശേഷം നന്നായിട്ട് എന്തൊക്കെ ക്ലീൻ ചെയ്യണം അതിന്റെ. ഞാൻ അങ്ങനെ കേട്ടിട്ടുണ്ട്. അമദിലാസ് നമുക്കൊരു വീഡിയോ കഴിയുമ്പോൾ അടുത്ത കണ്ടന്റ് വരും. ലെറ്റ് മീ സീ ദിസ് നൗ. ഇതിന് ശരിക്കും തൊലി പൊളിച്ച് കഴിഞ്ഞപ്പോൾ ചക്കയുടെ ഒരു 10 ഇരട്ടി ചീഞ്ഞ മണ്ണാട്ടോ വരണേ. ഇത് ശരിക്കും ചീഞ്ഞതാണോ എന്താണെന്നറിയില്ല. കഴിച്ചോക്കാം എന്താണെങ്കിലും. ശരിയേട്ടാ, ഒരു പ്ലസന്റ് ആയിട്ടുള്ള ഒരു മണല്ല, സ്മെല്ലിയസ്റ്റ് തന്നെയാണ്. കുരുണ്ട്. നമുക്ക് കുരു ഒന്ന് കാണിച്ചു കൊടുത്തിട്ടാക്കാം അല്ലേ. ഇത് പൊളിക്കുമ്പോൾ ഭയങ്കര മണം വരുന്നിട്ടാ. കുരു നമ്മുടെ ചക്കക്കുരു പോലെ ചെറിയൊരു കുരു തന്നെ ഉള്ളൂ. ഇത് കണ്ടോ? ശരിയാട്ടോ, ശരിയാ. ചക്കയുടെ മണം തൊലിക്കുണ്ടെന്നുള്ളു. ഇതിന് ഭയങ്കര മണം. പാടുപെടും വരട്ടെ, സാധനം വരട്ടെ. മധുരമൊക്കെ ഉണ്ട്, പക്ഷേ ടു സ്ട്രോങ്. എന്നെ കൊണ്ട് പറ്റൂല. പുഴുവിനെ അന്യായമാണോ? ഓ
ഇത് ശരിയാട്ടോ, ഇത് ഭയങ്കര മണം. വായ മണത്തിനേക്കാൾ ഉപരി വായിൽ വയ്ക്കുമ്പോൾ അതിന് ഭയങ്കര സ്ട്രോങ് കേട്ടോ. അങ്കിളിന് ഞാനിത് ചക്ക ഉടക്കനെ തരാം. ഞാൻ ആവശ്യത്തിന്. രോഹിത്തിന്റെ അപ്പനാണ് കേട്ടാ. സഹിക്കാൻ മേലാത്ത മോശം മണമൊന്നുമല്ല. അല്ല ഇത് മണത്തൊക്കെ കുഴപ്പമില്ല. എന്തോ ഒരു കൊള്ളില്ലാത്ത മണോ. ഒരു ഒട്ടും പ്ലസന്റ് അല്ല. ചക്കയുടെ നല്ല പ്ലസന്റ് സ്മെല്ലാണ്. ഇനി ഇത് ചീഞ്ഞതാണോ? ഇത് മാമന് പരിചയമുണ്ടോ മാമ? ഇതിപ്പോ ഒരെണ്ണം ഒരു 100-200 എണ്ണം ഇങ്ങനെ കൂട്ടിയിടുന്ന കടകളൊന്നും ആലോചിച്ച് നോക്കി. അതിന്റെ ഏരിയ പോയി നമുക്ക് എടുക്കാൻ പറ്റില്ല. എനിക്ക് ഒരു പീസ് എടുത്ത് കഴിക്കേ. അല്ല മറ്റേ ആർക്കും വലിയ താല്പര്യമില്ല. അടുത്ത് മറ്റേ കശുമാങ്ങയില്ലേ, അതിന്റെ കുറച്ചുകൂടി സ്ട്രോങ് മണം പോലെ. കശുമാങ്ങ മനസ്സിലായി? അതിന് മനസ്സിലായി കശുമാങ്ങ പറഞ്ഞേണ്ടി ഉപമിക്കാൻ പറ്റിയ ഒരു സാധനം കിട്ടുന്നില്ല. മധുരമുള്ളോ? മധുരണ്ട്, ജ്യൂസി ഫ്ലേവർ മധുരണ്ട് കേട്ടോ. എനിക്ക് കശുമാങ്ങയുടെ എനിക്ക് പറ്റിയ സാധനമല്ല. ഞാൻ ഒരുവിധം എല്ലാം അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ആ മാമനാണ് ഇതിൽ ആകെ കൂടി ഇത് കഴിച്ച എക്സ്പീരിയൻസ് ഉള്ള ആളുള്ളൂ. ഏയ് എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. കുഴപ്പമില്ല. നല്ല മധുരമുണ്ട്. കശുമാങ്ങ പോലെ ഉണ്ട്. അതിന്റെ ടേസ്റ്റ് ആങ്കിള് കഴിച്ചോട്ടെ. എനിക്ക് ഭയങ്കര അലമ്പ് തോന്നിയില്ല കേട്ടോ. എന്നാ നീ ഇത് കൊണ്ടുപോയി ബാക്കി വീട്ടിലേക്ക്, എന്നിട്ട് മുഴുവൻ തിന്നെ. ആ ഭാര്യയ്ക്കും കുട്ടികൾക്കും എല്ലാവർക്കും കൊടുക്കും. മണാന്ന് പറഞ്ഞിട്ട് ഇതിന്റെ ഷേപ്പ് തൊടുമുള്ള ടെക്സ്ചറും കാണുമ്പോൾ നമുക്ക് കഴിക്കാൻ തോന്നല്ല. അമ്പനെ കഴിക്കാൻ പനെ ഇതിന്റെ ടെക്സ്ചറും തൊടുമുള്ള ഇതൊക്കെ കാണുമ്പോൾ കഴിക്കാൻ തോന്നല്ല. അല്ല ടേസ്റ്റ് എനിക്ക് അത്ര കുഴപ്പമായിട്ട് തോന്നിയില്ല. ഇതിനേക്കാൾ അലമ്പുള്ള ടെക്സ്ചർ ഉള്ളത് നീ തൊടാറും കഴിക്കാറുണ്ടല്ലോ. ഇല്ല ഇല്ലേ? ചിക്കന്റെ മറ്റേ തൈ പീസ് ഇങ്ങനെ ഇരിക്കും, അത് കഴിക്കും. ചിക്കന്റെ തൈസ് എന്താണെങ്കിലും കാശ് എടുത്ത് മേടിച്ചല്ല ഞാൻ തിന്നാത്. ഇത്ര പഴുക്കരുത് തരുമല്ലേ? വിചാരിച്ച അത്ര ചീഞ്ഞാണോ? ഇങ്ങനെ തന്നെയാണോ മാമ? ഇങ്ങനെ തന്നെ. എന്റെ പൂർവാശ്രമത്തിൽ ഞാൻ ഇതൊക്കെ കഴിച്ചു. എനിക്ക് തോന്നുന്നില്ല എല്ലാവരെയും ഇഷ്ടപ്പെടുന്ന ഒരു ഫ്ലേവറാണ്. വാള് വരുന്നു. എനിക്ക് തോന്നുന്നു ചേട്ടൻ ഇതിനെ പറ്റി ഓവർത്തിങ്. അതെ എനിക്ക് അതിന്റെ മൊത്തത്തിൽ അതിന്റെ ടെക്സ്ചർ ഒന്നും പറ്റണില്ല. അയ്യോ, ഇനി നിങ്ങളെല്ലാവരും അവിടെ പോയി ഇരിക്കുക. ഞാൻ ഒരു ഷെയ്ക്ക് അടിച്ചു തരാം. ഓ അതുണ്ട്. ഡൂറിയൻ പൊറോട്ട ഉണ്ട്, ഡൂറിയൻ ഐസ്ക്രീം ഉണ്ട്. ശരിക്കും? അല്ല ഇതൊക്കെ നമ്മൾ തിന്ന് കഴിയുമ്പോഴല്ലേ അതാവുക. ഡൂറിയൻ പൊറോട്ട ഉണ്ട്, ഡൂറിയൻ ഐസ്ക്രീം ഉണ്ട്, ഡൂറിയൻ ദോശ ഉണ്ട്. ആണോ? ഇത് വെച്ചിട്ട് മാമൻ പറഞ്ഞ പോലെ പൊറോട്ടയുണ്ട്, ദോശയുണ്ട്. അപ്പോൾ ഒരു ദിവസം നമുക്ക് മാമനെ കൊണ്ട് ദുറിയാൻ വെച്ചിട്ട് ദോശ ഉണ്ടാക്കിയിട്ട് അത് കഴിയുമ്പോൾ നമുക്ക് ദുറിയാനാവാം. ഓക്കെ, ഇപ്പോൾ ദുറിയാൻ ഇവിടെ സൈഡിൽ ഇരിക്കട്ടെ. വേറെ ഒന്നല്ല, ഞാൻ വേറൊരു ഷെയ്ക്ക് കേട്ടോ. പ്രോട്ടീൻ ഷെയ്ക്ക് അല്ലെങ്കിൽ രാവിലെ എണീക്കുമ്പോൾ നമുക്ക് ഇപ്പോൾ കുക്ക് ചെയ്യാനൊന്നും സമയമില്ല. എന്നാൽ നമുക്ക് കുറച്ച് പ്രോട്ടീൻ കിട്ടണം. പ്രോട്ടീൻ മാത്രമേ കിട്ടുള്ളൂ കേട്ടോ. എനിക്ക് ഞാൻ എപ്പോഴും പറയാം എന്താ വെച്ച് കഴിഞ്ഞാൽ, രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ കുക്ക് ചെയ്യാൻ മടിയുള്ളവരാണെങ്കിൽ എന്താണെങ്കിലും ബെസ്റ്റായിട്ട് കഴിക്കാൻ പറ്റിയ സാധനം മുട്ട പുഴുങ്ങി കഴിക്കുക. അപ്പോൾ അത് കുക്ക് ചെയ്യലും ചോദിക്കും. ഏറ്റവും ഈസി മുട്ട പുഴുങ്ങുക, കഴിക്കുക. ദ ബെസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് യു ക്യാൻ ഈറ്റ്. ഇല്ലെങ്കിൽ ഓംലെറ്റ്, സ്ക്രാമ്പിൾഡ് എഗ്, എനിത്തിങ്. ഒരു ഗുണം എന്താ വെച്ചാൽ പ്രോട്ടീൻ മാത്രമല്ല, യു ഗെറ്റ് നൈസ് ഫാറ്റ് കിട്ടും. അതുപോലെ തന്നെ നല്ല മൈക്രോ ന്യൂട്രിയൻസ് കിട്ടും. ഇനി അതൊന്നും സമയമില്ല, കുറച്ച് മധുരമുള്ള എന്തെങ്കിലും കഴിക്കണമെന്ന് വെച്ചെങ്കിൽ നിങ്ങൾക്ക് ഫ്ലേവേർഡ് ആയിട്ടുള്ള പ്രോട്ടീൻ പൗഡർ ഉപയോഗിച്ചിട്ട് ഒരു സൂപ്പർ ഷേക്ക് കഴിക്കുന്നതിനോടൊപ്പം തന്നെ കുറച്ച് കാപ്പിയും കൂടെ അതിൽ കിട്ടാനായിട്ട് കാപ്പി ഇട്ടിട്ടുള്ള ഷേക്ക്, അതാണ്. ഓക്കെ, സോ ഈസി ടു മേക്ക്, ബ്യൂട്ടിഫുൾ വൺ. ഇതുപോലത്തെ ഒരു ജാർ എടുക്കുക, അല്ലെങ്കിൽ മിക്സി എടുക്കുക. മിക്സിയുടെ ഉള്ളിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? നന്നായിട്ട് പഴുത്തിട്ടുള്ള ഒരു അരപ്പഴം. ഓക്കെ, ഒരു ഫുൾ പഴം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടമാനാണ് അരപ്പഴം. ഇവിടെ കുറേ നമ്മുടെ ഫ്രണ്ട്സ് ഇരിക്കുന്ന കാരണം ഞാൻ ഒരു ഫുൾ പഴം. ഇത് ഞാനിവിടെ ഒരു ഡബിൾ ഷോട്ട് കോഫി ഡിക്കോക്ഷൻ. ഓക്കെ, ഫ്രഷ്ലി ബ്രൂവ്ഡ്. നിങ്ങൾക്ക് വേണമെന്ന് വെച്ചെങ്കിൽ നമുക്ക് ഇൻസ്റ്റൻറ്റ് ഉപയോഗിക്കാം കേട്ടോ. ഇപ്പോൾ ഇനി കാപ്പി വേണ്ട വെച്ചെങ്കിൽ കാപ്പി വേണ്ട, പക്ഷെ കാപ്പിയുടെ ഒരു ബിറ്റർനെസ് ഒക്കെ നല്ല അടിപൊളിയായിരിക്കും ഈ ഷേക്കിൽ. ഓക്കെ, ഇനി നമ്മൾ ചേർക്കുന്നത് 3 ഈത്തപ്പഴം. നമ്മുടെ മറ്റേ കാപ്പിയാണ് ഇത്. ഇത് മറ്റേത് കാട്ടക്കാപ്പിയല്ല. ഇന്ന് മൊത്തം കാട്ടാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ തന്നെ നാറിയിട്ടേക്കണേ. ഇനി ഒരു 1/4 അവക്കാഡോ കേട്ടോ. ഇനി ഒരു സ്കൂപ്പ് പ്രോട്ടീൻ പൗഡർ. ഞാനിവിടെ ഐസൊലേറ്റ് പ്രോട്ടീനാണ് ഉപയോഗിക്കണത്, വേ പ്രോട്ടീൻ, അതിൻ്റെ ഐസൊലേറ്റ്. ഇനി കുറച്ച് ഉപ്പ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി. എനിക്ക് ഉപ്പിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണ്. ഇനി നിങ്ങൾക്ക് മിൽക്ക് അലർജി ഇല്ലാത്തവർക്ക് മിൽക്ക് ചേർക്കാം. ഞാനിതിൽ കുറച്ച് ഐസാണ് ചേർക്കണേ, പിന്നെ കുറച്ച് വെള്ളവും. ദേ നമ്മുടെ ഷേക്ക് റെഡി ആയിട്ടുണ്ട്, ഷേക്ക് അബ്ദുള്ള. ഇനി കുറച്ച് ക്രീം, ഒരു റിച്ച്നെസ്സിന് വേണ്ടിയിട്ട് ഞാൻ ചേർക്കുന്നുണ്ട്. അഗെയിൻ നമ്മുടെ നാട്ടിലൊക്കെ ഷാർജ ഷേക്കും ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ പാലിട്ട് അടിക്കുന്നുണ്ട്. പാല് നമ്മളെ കൊണ്ട് പറ്റില്ല. ക്രീമിലെന്ന് പറയുമ്പോൾ കൂടുതൽ ബട്ടറാണ്, ലെസ് ലാക്ടോസ് ഉണ്ടാവുള്ളൂ. സോ ക്രീം എപ്പോഴും ഒരു ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് ആണ് കേട്ടോ. ക്രീം ഇട്ടിട്ട് അടിക്കരുത്. ചിലപ്പോൾ ക്രീം ഇട്ടിട്ട് അടിച്ചു കഴിഞ്ഞാൽ മൊത്തം നമ്മുടെ ഷേക്ക് സ്പ്ലിറ്റ് ആയി പോവും, ഷേക്ക് പിണങ്ങും.
അടിച്ച് കയറി വരാൻ പറ്റില്ല ഇത്. അത് കാരണം ഞാൻ എന്ത് ചെയ്യാ വെച്ചാല് കുറച്ച് ക്രീം നമ്മൾ ചേർക്കുക, കുറച്ച്, എന്നിട്ട് ഇതേ ജസ്റ്റ് ഒന്നിങ്ങനെ മിക്സ് ചെയ്യുക. കണ്ട കൊള്ളി അവിടെ നിന്ന് കൊള്ളിക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് നടക്കാനുള്ള മടി കാരണം പകുതി വീഡിയോ ഷൂട്ട് ചെയ്യുന്നില്ല. പിന്നെ ആഡഡ് ഷുഗർ ഇല്ല, എന്നാലും ശ്രദ്ധിക്കുക പഴത്തിൽ ഷുഗർ ഉണ്ട്, ഈത്തപ്പഴത്തിലും ഷുഗർ ഉണ്ട്. ആൾക്കാർ ചോദിക്കാറുണ്ട് ഹെൽത്തി ഡ്രിങ്ക്സ് ഉണ്ടാക്കാറുണ്ട്. ദർ ഇസ് നോ സച്ച് തിങ്സ് യു ക്യാൻ കോൾ ഹെൽത്തി. ഹെൽത്തി എന്ന് പറഞ്ഞ വേർഡ് തന്നെ ലോകത്തിലെ ഏറ്റവും മണ്ടൻ വേർഡാണ് കേട്ടോ. ആരെങ്കിലും എന്തെങ്കിലും ഭക്ഷണം ഹെൽത്തി ആണെന്ന് പറഞ്ഞാൽ അത് തുടണ്ട. കാരണം ലോകത്തിൽ ഒരു ഭക്ഷണവും ഹെൽത്തിയും ഇല്ല, അൺഹെൽത്തിയും ഇല്ല. എല്ലാ ഭക്ഷണവും ഹെൽത്തിയാണ്, എല്ലാ ഭക്ഷണവും അൺഹെൽത്തിയാണ്. ടോക്സിക്കും നോൺ ടോക്സിക്കും മാത്രമേ ഉള്ളൂ. അതായത് ഇപ്പോൾ നമ്മൾ സയനൈഡ് ഒരു തരി കഴിച്ചാൽ തട്ടിപ്പോവും, ഒരു ലേശം പഞ്ചസാര കഴിച്ച് തട്ടിപ്പോവോ ഇല്ല, ഒരു ലേശം ബീഫ് കഴിച്ച് തട്ടിപ്പോവോ ഇല്ല. ഇതെന്തോരം കഴിക്കണം, കുറേ കാലം, കുറേ അതും ബാലൻസ് ഇല്ലാത്ത കഴിയും. പല ആൾക്കും ചോദിക്കാറുണ്ട് ഹെൽത്തി ചോക്ലേറ്റ് ഉണ്ടോ അല്ലെങ്കിൽ ഹെൽത്തി ഇതുണ്ടോ, ഒന്നുമില്ല. ഒരു തട്ടിപ്പാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ആ ഒരു വേർഡ് ചിലപ്പോൾ തട്ടിപ്പ്. അപ്പോൾ ഇതൊരു ഹെൽത്തി ഷേക്കാണോ അല്ല, ബട്ട് നിങ്ങൾക്ക് ഇതിൽ പ്രോട്ടീൻ കിട്ടും. നമുക്ക് വേണ്ടത് പ്രോട്ടീനാണ്. ഐ സ്റ്റിൽ പ്രിഫർ ആനിമൽ പ്രോട്ടീൻ. പക്ഷെ നമുക്ക് ഇടയ്ക്ക് ഗ്യാപ്പിൽ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിക്കാം. ഇതും അനിമൽ പ്രോട്ടീൻ തന്നെയാണ് കേട്ടോ, പാലിൽ നിന്ന് ഉണ്ടാക്കേണ്ടതാണ്. ഇനി നിങ്ങൾ ആരെങ്കിലും വെജിറ്റബിൾ പ്രോട്ടീൻ കഴിക്കുന്നവരുണ്ടെങ്കിൽ ഓൾ ദ ബെസ്റ്റ്, അത് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാം. അപ്പോൾ അതേ നമ്മുടെ ഷെയ്ഖു അബ്ദുള്ള ഇവിടെ റെഡി ആയിട്ടുണ്ട്. നോൺ ടോക്സിക് സൈനൈഡ് തോര ഉണ്ടാക്കി കൊടുക്കാം. ഹെൽത്തി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ജോളി വിളിക്കുന്നത് അപ്പം ചെറുതാ മാസൊക്കെ പറയണ്ടേട്ടാ. നല്ല കോഫി ഫ്ലേവറോ ഒരു കോഫി ബീൻ വെച്ചിട്ട് ഒരു ഗാർണിഷ് കൂടി ഇടായിരുന്നു അല്ലേ എൻ്റെ മുകളിൽ കൊണ്ടേ. നൈസ് വൺ. ഷുഡ് ഐ പുട്ട് വൺ? ആട്ടിൽ നിന്ന് കൊണ്ടുവന്ന മറ്റേ കോപ്പി ലുവാക്കിൻ്റെ ഒരു ബീൻ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് അതിൻ്റെ മുകളിൽ വേണമെങ്കിൽ ഒരെണ്ണം ഇടാം. മാമൻ മറ്റേ വേലുതമ്പി തളവ് ഇരിക്കുന്ന പോലെ ഇരിക്കണേ. ഇത് ഷെയ്ക്കും തളവിയും തമ്മിലുള്ള അതില് കുരു ഇല്ലാത്ത ഏരിയ ഉണ്ട് കേട്ടാ. ഓ പിന്നെ ഈ ചോളം മുഴുവൻ ഇങ്ങനെ ഫ്രീയാ? ഓ ചക്കയ്ക്ക് ഒരു ഗുരു ഉള്ളൂ. നന്ദികളൊക്കെ നാട്ടിലെ എല്ലാ ചോളയിലും ഉള്ളു കുജ. ആ മലയാളീസിന്റെ തനി സ്വഭാവം ചക്കയ്ക്കും കിട്ടി. കിടക്ക ഒരു സ്ഥലം കൊടുത്താ മുഴുവൻ കയറി നിറങ്ങുക. ഇത് കണ്ട മലേഷ്യക്കാരെ കണ്ട് പഠിക്കേ. കണ്ട ഒരു സ്ഥലത്ത് ഒരു കുരു അവിടെ കിടന്നുറങ്ങുക. ഇത് സകല കുരുവും പൊട്ടിക്കാനായിട്ട്. വെട്ടുത്തിയില്ല, മുളഞ്ഞീനില്ല. ഇത് ഈ മറ്റേ പറഞ്ഞ നല്ല നാറ്റുണ്ട്. അതെ എന്തൊക്കെ പറഞ്ഞാലും നല്ല ഇറച്ചിയുണ്ട് കേട്ടോ. ചേട്ടാ നമ്മുടെ അടുത്ത് കുറച്ച് വാനില ഐസ്ക്രീം ഉണ്ട്. അപ്പൊ കുറച്ച് വാനില ഐസ്ക്രീം. മാമനൊന്നും മിണ്ടുന്നില്ല ചേട്ടാ. അത് തിന്നതിന് ശേഷം എനിക്കാണ് വായ തുറക്കാൻ പറ്റിയിട്ടില്ല എന്ന് തോന്നുന്നു. ഇനി മാമിയുടെ അടുത്ത് നിന്നിട്ട് മാമിയേന്നൊരു വിളി വിളിക്കുക. അപ്പൊ തന്നെ മാമി വീട്ടിൽ നിന്നിട്ട് വാ തുറക്കണ്ട കേട്ടോ മാമ. മാമന് ഇനി മാമയായിട്ട് വഴക്കുണ്ടായി കഴിഞ്ഞാൽ മാമൻ അപ്പം എൻ്റെ അടുത്തേക്ക് വരും. ചടവ ഷേക്ക് ഉണ്ടാക്കിയ പണ്ടാണ് അങ്ങനെ ഇന്നത്തെ കുടിച്ചിട്ട് പോയിട്ടുള്ള കാര്യമുള്ള എന്റെ ഫുള്ള് പൗരുഷം എനിക്കിന്ന് കാണിക്കണത്. മണല്ലേ? ആ ഭയങ്കര സ്ട്രോങ് മണം. തലവേദന എടുക്കാൻ തുടങ്ങി ഇതിന്റെ ശരിക്കും കേട്ടോ. നിങ്ങൾ നാട്ടുകാരായിട്ട് സ്ഥലം വിറ്റ് പോകണില്ല വെച്ചെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ 4 പ്ലാവ് വെച്ചാൽ മതി. ഇതിന്റെ സ്ഥല കച്ചവടം കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് നടക്കും. നിങ്ങളുടെ സ്ഥലം ഫ്രീ ആയിട്ട് കിട്ടും. അപ്പുറത്തുള്ളവരൊക്കെ വേറെ താമസം മാറി പൊക്കോളും. ഒക്കെ റെഡി ആവും. 4 ചക്ക പഴുക്കുക അല്ലേ? ആ ഒരു കുരു. ഇതിന്റെ അപ്പൻ ഒരു 2 കുര മൂടിയ സാധനം കൊണ്ടുപോയി വെച്ചിട്ടേ അല്ലെങ്കിൽ ഒരു ഷേക്ക് ഒക്കെ ഉണ്ടാക്കി ഇവിടെ ആകെ അടിഭയാട്ടാ. ഇതിലും ആഡഡ് ഷുഗർ ഇല്ല കേട്ടോ, ഐസ്ക്രീമാ ചേർത്ത്. സോ നോ ആഡഡ് ഷുഗർ. അതിന് എന്നെ പറഞ്ഞിട്ട് എന്താ കാര്യമുള്ളത്? ഞാനതായിട്ട് ബന്ധമില്ലേ. ഹായ് നല്ല രസം, നല്ല കളർ കോമ്പോ. ഓക്കെ ബ്യൂട്ടിഫുൾ. ഓക്കെ അതെ 2 സൂപ്പർ ഷേക്ക് വന്നിട്ടുണ്ട്. ഒരെണ്ണത്തിന് ദുറിയാന്റെ മണം, ഒരെണ്ണത്തിന് കാപ്പിയുടെ മണം. ഇത് രണ്ടും കഴിച്ചു കഴിയുമ്പോൾ വരുന്ന മണം സെയിം മണമായിരിക്കും. പക്ഷെ സെയിം ബട്ട് ഡിഫറെന്റ് ആണ്. എന്നിട്ട് വേണം അത് അടയാൻ പൊത്ത്. അല്ല അതാകുമ്പോ അങ്കിള് വിഴുങ്ങിയോട്ടെ, കൈ പിടിച്ചു കൊണ്ടോണ്ടല്ലോ. സൗകര്യം പോലെ മുളച്ചു വരുമ്പോ എടുത്താൽ മതി വയറ്റിന്ന്. അങ്കിളെ ഒരു മിനിറ്റ് കേട്ടാ, ഇത് അഭിനയിക്കണം. ഇങ്ങോട്ട് കയറിക്ക്. അങ്കിളിന് തന്ന് പരിചയം. ആ കഴിച്ചോ. ഇത് സാധാ ഇത് കൊള്ളാം.
കൊള്ളാം. കാപ്പി ഒക്കെ ആയിട്ട് ഇഷ്ടപ്പെട്ടാ? ഓക്കെ, ഞാൻ എല്ലാവരും കുടിച്ചോളെ. നല്ല ടേസ്റ്റ് ഉണ്ട്. ഏയ് പ്രോട്ടീൻ പൗഡറിന് നല്ല ടേസ്റ്റ് കൂടുതൽ. കളരിപ്പം ആ ശരിയാ, കളരിപ്പം മാറ്റി. ഞാൻ കേട്ട അന്ന് വെട്ടിയത് ശരിയാട്ടാ. ഇത് മിക്കവാറും അതിന് പെടില്ല വെച്ചിട്ടാവും അല്ലേ? കുരു ഇനി വന്നാലോ? ആ ഇവനിന്ന് കളരിപ്പം വന്നു. ഇനി ഇവർ കൂടെ കൊടുക്കുക. ഇത് ബാക്കിയില്ലേ? അത് കൊള്ളാട്ടോ നല്ല. അമ്മാനെ അമ്മാനെ കേറിക്ക, അമ്മാനെ ശ്രദ്ധിക്കണ്ടേ, അമ്മാനെ നിന്റെ മുഖം കാണുന്നില്ല. ഇത് നന്നായിട്ടുണ്ട്. രണ്ടെണ്ണ സൂപ്പറാ. അതിന് ഉപ്പിന്റെ ബാലൻസ് ഉണ്ട്. അതെ, ഈ ബാംഗ്ലൂർ ചെല്ലുമ്പോ നമുക്ക് ഹട്ടി കോപ്പി ഇപ്പൊ ആ നാറ്റം മാറി. ഹട്ടി കാപ്പി എന്ന് പറഞ്ഞിട്ടൊരു കാപ്പി ഉണ്ട്. അതിലിതുപോലെ അന്നാണ് ഞാൻ ശരിക്കും എനിക്ക് ഈ സോൾട്ടഡ് ഇവിടെ കാരമൽ എന്ന് പറഞ്ഞിട്ടുള്ള ഐസ്ക്രീം ഫ്ലേവറിലൊക്കെ ഈ സോൾട്ടിനെസ് ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ നാട്ടിൽ ഈ പായസത്തിൽ ഉപ്പിടണ പോലെ തന്നെ ഈ ഹട്ടി കാപ്പിയിലും ഇതുപോലെ ഉപ്പുള്ള കാപ്പിയാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ ഈ ബാംഗ്ലൂർ പോകുമ്പോൾ അല്ലെങ്കിൽ കാരണം എവിടെയാണോ ഹട്ടി കാപ്പി കിട്ടണമെന്ന് വെച്ചെങ്കിൽ മസ്റ്റ് ട്രൈ. ഈ ഉപ്പിൻ്റെ ഒരു ബാലൻസ് അടിപൊളിയാണ്. നൗ കുരു എടുക്കാവുന്ന ഞാൻ അങ്കിളിന് കൊണ്ടുപോകാൻ എളുപ്പത്തിന് വെച്ചാൽ സാരില്ല. അങ്കിളിന് കളരിപ്പം വെച്ചിട്ടുണ്ട്. നല്ല സ്വീറ്റാണ്, പക്ഷേ ഒരു സ്മെല്ലുണ്ട്. അതിൻ്റെതായ ഒരു കുഴപ്പമുണ്ട്. എന്നാലും തീർത്ത മോശം എന്ന് പറയാൻ പറ്റില്ല. കളരിപ്പൻ 2 കുറച്ച് കുടിക്കുന്ന നടക്കാൻ ഇഷ്ടപ്പെട്ടത് ഇതിലും ഭേദം പഴമായിരുന്നു കേട്ടോ അല്ലേ? വാനില ഐസ്ക്രീം വരെ നശിപ്പിച്ചു. നല്ല മണം കേട്ടോ ഇതിന്, നല്ല സ്ട്രോങ് മണ്ണുണ്ട്. ഐസ്ക്രീമിന്റെ ഒന്നും സാധനം ഇല്ല ഇതില്. ഞാനൊരു ലാശം ഇത് കഴിച്ചോട്ടെ. എനിക്കെന്തോ ഒട്ടും അതിൻ്റെ ആ ഒരു ഫ്ലേവർ തീരെ അങ്ങോട്ട് പറയുമ്പോൾ ഒരു 2 സ്കൂപ്പ് ഐസ്ക്രീം ഇട്ടിട്ട് പോലും ഈ 2 ഈത്തപ്പഴത്തിന്റെയും ബനാനയുടെയും അടുത്ത് പോലും ഭയങ്കര മണം. ആ ഒരു ഫുൾ പീസ് നമ്മൾ ഇട്ടില്ലേ? ഐസ്ക്രീമിന്റെ ടേസ്റ്റ് പോലെ അതിനില്ല. മണം സ്ട്രോങ്. വെളുത്തുള്ളിയുടെ മണം ഉണ്ട്, ശ്രദ്ധിച്ചാ? വെളുത്തുള്ളിയുടെ മണം വരുന്നുണ്ട് അതിന്. എനിക്ക് ആ മണമായിരിക്കും, മറ്റേ കശുമാങ്ങയുടെ മണം പോലെ എനിക്ക് തോന്നുന്നു. എനിക്ക് വെളുത്തുള്ളി, ഭയങ്കര വെളുത്തുള്ളി മണം. കുടിക്കാൻ പറ്റില്ലട്ടാ. ചിലപ്പോ ഞാൻ പറയാം. ഇതിലെ ഒരു റെസിപ്പി ഞാൻ കണ്ടേല് ഇവരെ ഈ കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുന്നുണ്ട്. അപ്പൊ കണ്ടൻസ്ഡ് മിൽക്കിന്റെ സോളിഡ് മധുരം ഉണ്ടാവുമല്ലോ, ആ മധുരം ഒക്കെ എടുത്തിട്ട് ചിലപ്പോ ഇതിലില്ലേ നമ്മൾ ഐസ്ക്രീം ആട്ടെ. അതിൽ ഞാൻ റെസിപ്പി കണ്ടു. ഐസ്ക്രീം ഐസ്ക്രീം നമ്മൾ ഇതേപോലെ ബോക്സിൽ കിട്ടും സൂപ്പർ മാർക്കറ്റില്. ഇവിടെയും കിട്ടും, പക്ഷെ സൂപ്പർ മാർക്കറ്റിലല്ല. കുഴപ്പമില്ല. നിനക്ക് ഇഷ്ടപ്പെട്ടാ? നീ ഇന്നേ വരെ ഇവിടെ വന്നിട്ട് ഒന്നും കൊണ്ടുപോയിട്ടില്ലല്ലോ. ഇന്ന് ഞാൻ തരാം. ഇത് നീ കൊണ്ടോണം. അതാ പോലെ നീയും അളിയനും കൂടി എടുത്ത് എങ്ങനെയെങ്കിലും കൊണ്ടോണം. 88 റുപ്യ കൊടുത്തിരിക്കണോ? എന്നോട് എന്തെങ്കിലും വിരോധം ഉണ്ടെങ്കിൽ നീ എങ്ങനെ കാണിക്കരുതാ. ചിലപ്പോൾ നോക്കിയാൽ ഇതിനേക്കാളും നല്ല ഡുറൈൻ ഉണ്ടാവും, നല്ല ടേസ്റ്റ് ഉണ്ടാവും. അഗെയിൻ കുറെ ആളുകളുടെ ഫേവറേറ്റ് ഫുഡാണ്. ഭക്ഷണത്തിനെ ഒട്ടും തന്നെ കളിയാക്കിയതല്ല, ഭയങ്കര സ്ട്രോങ് ഫ്ലേവറാണ്. എനിക്ക് ശരിക്കും തോന്നിയത് ചക്ക, അതുപോലെ തന്നെ വെളുത്തുള്ളി. ഈ വെളുത്തുള്ളിയുടെ ഒരു പങ്ക്ജൻസി ഉണ്ടല്ലോ, ആ സാധനം ഇതിന് നന്നായിട്ടുണ്ട്. നാട്ടിലൊക്കെ കൃഷി ചെയ്യുന്നുണ്ട് ആളുകൾ. നമ്മൾ ആഡഡ് ഷുഗർ ചേർക്കില്ല, ഐസ്ക്രീമാണ് ചേർത്തത്, അത് കാരണം കുഴപ്പമില്ല. പിന്നെ അതേ നൈസ് പ്രോട്ടീൻ ഷേക്ക്. അപ്പോൾ അടിപൊളി അല്ലേ? ഫ്ലോപ്പ് ഇല്ല, നമ്മളിത് ആദ്യമായിട്ട് ഞാനും ട്രൈ ചെയ്യണം. അപ്പോൾ ഇതുപോലത്തെ സൂപ്പർ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത തവണ കാണാം. അതുവരെയും ബൈ ഫോർ നൗ. ബൈ ബൈ. നീ ഇതുവരെ പഠിച്ചില്ല? നാളെ പരീക്ഷ എഴുതിട്ട് വന്നിട്ടുണ്ടോ നീ? കണ്ട് വെളുത്തുള്ളി മണം ഉണ്ട് നന്നായിട്ട് ശരിക്കും. അതെ, വെളുത്തുള്ളിയുടെ ഇഷ്ടമായില്ലേ? വെളുത്തുള്ളിയുടെ മണം എനിക്ക് തോന്നി. നിങ്ങൾ പറയട്ടെ, നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞില്ലേ നമ്മള്? വെളുത്തുള്ളിയുടെ ചുവയുണ്ട്, ടേസ്റ്റ് വലിയ കുഴപ്പമില്ല, പിന്നെ അഡ്ജസ്റ്റ് ചെയ്യാം. മണം ഇതിനേക്കാളും മധുരം പക്ഷെ ചക്കയ്ക്കുണ്ട്. ചക്ക വേണോ? നീ ഒരു ചക്ക കഴിക്കേ? വെളുത്തുള്ളിയുടെ ആ ഒരു ഗ്യാസ്, ആ ഗ്യാസ്, ആ സ്ട്രോങ് ഗ്യാസ് മണം ഉണ്ട് അതിന്. പങ്ക്ചന്റ്. ഞാൻ നൈറ്റ് ഷിഫ്റ്റ് ആട്ടാ, ഞാൻ നൈറ്റ് ഷിഫ്റ്റ്. അപ്പൊ ആവും പെറുങ്ങും ബ്ലാങ്കറ്റിന്റെ ഉള്ളിൽ മരിക്കും. ഇനി നല്ല അലക്സിന് അത് ഇഷ്ടപ്പെട്ടു കേട്ടോ. അലക്സ് അള്ളി അള്ളി സാപ്പിടേ. മോനെ കൊടുക്കണ്ട.
അതും കൂടെ കുടിച്ചോ. ഞാൻ വെരി സെൽഫിഷ്. ഇതെടുത്ത് ഏയ് ഞാൻ ഒരു ഗ്ലാസ് ഒന്നും വെച്ചല്ലോ. അത് ചേച്ചി ഒറ്റയ്ക്ക് കൊണ്ടുപോയി. ആ ഞാൻ നോക്കുമ്പോ ഒരു ഗ്ലാസ് കാണാനില്ല. ഇതെവിടെന്നാ? അലക്സിന് ശരിക്കും ഇഷ്ടപ്പെട്ടു. മദീന ചക്ക കൊണ്ടുപോ.